മാണിക്കോത്ത് കൂട്ടായ്മ 3ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ട്രോമ കെയർ പരിശീലന ക്ലാസ് അത് കോഴിക്കോട് ഹിൽസ് ഹോസ്പിറ്റലുമായി ചേർന്ന് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതാണ്. അതിൽ നമ്മുടെ ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ മുനീർ അവർകളോട് ഞങ്ങൾ വരുന്നത് കോഴിക്കോട് ആശ്രമിംസ് ഹോസ്പിറ്റലാണ്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുകയാണ്. എൻ്റെ പേര് മുനീർ. അതിന് ട്രെയിനർ ആൻഡ് ട്രെയിനിങ് കോർഡിനേറ്ററും കൂടിയാണ്. അപ്പോൾ നമ്മളിവിടെ മാണിക്കോത്ത് കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഈ ഒരു ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രോമ ട്രെയിനിങ് പ്രോഗ്രാം എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും വളരെയധികം ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ടാണ് തോന്നിയത്. കാരണം ഒരാഴ്ച 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന ഒരു പരിപാടിയിൽ ഒരു സെഷൻ ഈ ഒരു അടിയന്തര ജീവനരക്ഷാ മാർഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അത്യാഹിതങ്ങളുണ്ട്. കുഴിഞ്ഞു വീണ് മരണങ്ങൾ, തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങൽ, റോഡപകടങ്ങൾ, വാഹന അപകടങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ അപകടം സംഭവിച്ച ഒരാളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു കൂട്ടായ്മയിലൂടെ ഇവിടുത്തെ പൊതുജനങ്ങളെ നമ്മൾ ബോധവൽക്കരിക്കുക അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയറി ക്ലാസ് അല്ല, നമ്മുടെ ഇവിടെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഏകദേശം 100ഓളം ആളുകളുണ്ട്. ഇവരോരോരുത്തരെയും നമ്മൾ ഈ ഡമ്മി അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച് ചെയ്ത് പഠിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് മുമ്പിൽ ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കത് അവർക്ക് പാനിക് ആവാതെ മാറി നിൽക്കാതെ ഈ കാര്യങ്ങൾക്ക് അവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രീയപരമായിട്ട് നമ്മൾ എങ്ങനെ ഇടപെടണം, എങ്ങനെ കൈകാര്യം ചെയ്യണം, അവരൊന്നും എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏകദേശം നമ്മളൊരു 5 ലക്ഷത്തോളം ആൾക്ക് ഈ ഒരു കാലയളവിൽ ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പരിശീലനം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്കെല്ലാം പരിശീലനം കിട്ടിയോ? അഭിപ്രായം എന്താണ്? നല്ല പരിശീലനം, പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റി. സൂപ്പറായിട്ട് CPR കൊടുത്ത്. അപ്പോൾ നിങ്ങൾക്കോ രതേച്ചി പറ? ആ, രതേച്ചിക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റുമോ? ഇനി കോൺഫിഡൻസ് ഉണ്ട് തീർച്ചയായും. അങ്ങനെ ബിന്ദേച്ചി CPR കൊടുക്കുന്ന വീഡിയോ നമ്മൾ കണ്ടായിരുന്നില്ലേ? അപ്പോൾ ബിന്ദേച്ചി എങ്ങനെയുണ്ട് CPR കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരാളെ രക്ഷിക്കാൻ പറ്റുന്നൊരു സ്ഥിതിയിൽ നിങ്ങൾ എത്തിയോ? ചെയ്യാൻ പറ്റും, നമുക്ക് രക്ഷിക്കാം, കൂട്ടത്തോടെ രക്ഷിക്കാം. അപ്പം ഹായ്, ഹലോ. ഈ സംഘാടകരിൽ ഒരാളാണ് നമ്മൾ കാണുന്ന നന്ദുലാൽ എല്ലേനോ? നന്ദുലാലാണ്. അപ്പം ഈ ഒരു പരിപാടി ഇവിടെ വെച്ചതിന് ഏറ്റവും വലിയ നന്ദിയുണ്ട്. അപ്പം നിങ്ങൾ ഇത് സക്സസ് ആണോ, എന്താണ്, ആൾക്കാർ നിങ്ങളോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? നമ്മൾ മാണിക്കോത്ത് കൂട്ടായ്മൻ്റെ 3ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് 12ാം തീയതി മുതൽ ഏപ്രിൽ 12 മുതലാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്യാരംസ് ടൂർണമെൻറ്റ്, ചെസ് ടൂർണമെൻറ്റ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏപ്രിൽ 17 തീയതി കിടപ്പ് രോഗികളുടെ സംഗമം നടത്തി. പിന്നെ അടുത്ത ദിവസമാണ് ഏപ്രിൽ 18 നമ്മൾ ട്രോമയ്ക്ക് എന്ന പരിശീലന ക്ലാസ് അതല്ല ട്രോമയ്ക്ക് എന്ന പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നത്. അതും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും അത്യാഘാതങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടപെടാൻ തയ്യാറാണ്. പക്ഷേങ്കിൽ അതിന് ശാസ്ത്രീയമായിട്ട് ഇടപെടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നാട്ടുകാരെ മാറ്റണം എന്നുള്ള ഉദ്ദേശമാണ് കൂട്ടായ്മയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തത്. വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പരിപാടികളായിരിക്കണം നമ്മൾ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടത്. വിവിധ മേഖലകളിലായിരിക്കണം ആ പരിപാടികളെന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം ഫസ്റ്റ് സെഷൻ നടന്നു വെച്ച് കഴിഞ്ഞാൽ CPR കൊടുക്കാനുള്ളത്. അപ്പം ഒരാൾക്ക് പിന്നെ ബോധരഹിതനായിട്ട് അല്ലെങ്കിൽ ഒരു അറ്റാക്ക് സംഭവിച്ചിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് CPR കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പം ഇതുവരെ നമുക്കത് അറിയില്ല. നമ്മൾ നേരിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെയ്യാം. പക്ഷേ പ്രാഥമികമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനൊരു CPR കൊടുക്കാനുള്ള ഒരു പരിശീലനം ലഭിച്ച ഒരാൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, ഫണ്ടിങ് പിന്നെ ഉണ്ടാക്കി അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഫസ്റ്റ് സെഷൻ തന്നെ വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഫസ്റ്റ് സെഷൻ അവസാനിപ്പിക്കുന്നത്. ഇനി അടുത്ത സെഷനിലെത്താവുന്ന മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുക. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി പറയേണ്ടതുണ്ടെങ്കിൽ പറയാം. അല്ല, നിങ്ങൾ പറയണ്ടേ, പറഞ്ഞോളി. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് നാളെ പിന്നെ രാത്രി ഫുട്ബോൾ ലീഗാണ്. അതിനകത്ത് നമ്മുടെ പ്രദേശത്തെ കുട്ടികളെ പിന്നെ കായിക രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫുട്ബോൾ ലീഗ് നമ്മൾ നടത്തുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയും ലഹരീൻ്റെ ഒക്കെ പിന്നെ പിടിയിലേക്ക് ആൾക്കാർ കുട്ടികളൊക്കെ മാറുന്ന സമയത്ത് അവരെ ലഹരീൻ്റെ അകത്ത് വിമുക്തി നേടിക്കൊണ്ട് കായിക രംഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരിക, നമ്മുടെ നാട് ഒരു പിന്നെ ഉണർവുള്ളൊരു നാടായിട്ട് മാറാൻ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഫുട്ബോൾ ലീഗ് നമ്മൾ ഈ കൂട്ടായ്മയുടെ വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ മേഖലയും കൂടി ശ്രദ്ധിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ 20-ാം തീയതി രാവിലെ 10 മണി മുതൽ മെഡിക്കൽ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുക. സാധാരണ നമുക്കറിയാം, ഓരോരോ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്ന് കഴിഞ്ഞാൽ ജനറൽ മെഡിസിൻ്റെ അകത്താണ് സാധാരണ ഇതിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. നമ്മൾ മൈത്ര ഹോസ്പിറ്റലും ഡോക്ടേഴ്സെല്ലാം കൂടി ചേർന്നിട്ട് നമ്മൾ കാർഡിയോളജിൻ്റെ വിഭാഗത്തിൻ്റെ അകത്താണ് മെഡിക്കൽ ക്യാമ്പ് സാധാരണ ഇതിൽ നടക്കാറില്ല. അപ്പോൾ ആ കാർഡിയോളജി വിഭാഗത്തിൻ്റെ അകത്തേക്കുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതും ദർശന ബിൽഡിങ്ങിൻ്റെ അകത്താണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. അതിൻ്റെ അകത്തും ഈ വീഡിയോ കേൾക്കുന്ന ആളുടെ ആൾക്കാരും പരിപാടി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക്
ചെയ്തു കഴിഞ്ഞാൽ നമുക്കും ഉപകാരമാണ്, പിന്നെ ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്തി അങ്ങൾക്കും ഉപകാരമാണ്. നമ്മുടെ നാട്ടുകാരെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട് നമുക്ക് ഇതിൽ? നാട്ടുകാരെ സപ്പോർട്ട് എന്ന് പറയുന്നത് കൃത്യമായൊരു സപ്പോർട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പരിചയം നിങ്ങൾക്ക് അതായ സംഘാടകരായ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടുതൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ല നമ്മൾ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? സഹകരണം കൃത്യമായ രീതിയിൽ സഹകരണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സഹകരണം ഇല്ലാന്ന് എനിക്ക് പറയുന്നില്ല. പക്ഷേ ആളുകൾക്ക് പിന്നെ പൊതുപരിപാടികളോടുള്ള ഒരു താല്പര്യക്കുറവ് എന്താണെന്നറിയില്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ കൂട്ടായ്മയുടെ പരിപാടികൾക്ക് മറ്റ് പരിപാടികൾ വെച്ച് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കൂട്ടായ്മ പരിപാടിയിലൊക്കെ കൃത്യമായിട്ട് ആൾക്കാരുണ്ടാകും. നമുക്ക് ശരിക്കും നാട്ടുകാരെ തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ നാട്ടുകാരെ വീണ്ടും പൊതുരംഗത്തേക്കും നമ്മളൊരു കലാപരമായിട്ടുള്ള കൂട്ടായ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് മാണിക്കോത്ത് കൂട്ടായ്മ പേര് അനർത്ഥമാക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. ഓൾ ദ ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് വേണം. ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് ഈ CPR കൊടുക്കുമ്പോൾ നമ്മളൊരു ഹാർഡ് സർഫസ് ഏരിയയിലേക്കാണ് കണ്ടത്. ചിലപ്പോൾ നിങ്ങൾ അടുത്ത വീട്ടിലെ ആളുകളൊക്കെ ബഹളം വെച്ച് ചെല്ലുമ്പോൾ ആൾ പട്ടിലായിരിക്കും. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യക്കറസ്റ്റാണെന്ന് മനസ്സിലായാൽ നേരെ ആളെടുത്ത് തറയിൽ നിർത്തുക. ഈ ഹാർഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് പരന്ന പ്രകൃതിയാണ്. ശ്വാസം നോക്കി ശ്വാസം എടുക്കുന്നില്ല. എടുക്കുന്നുണ്ടോ? ഹെൽപ്പിന് ആവശ്യമില്ല. ഹെൽപ്പിന് ശ്വാസമില്ല. ആംബുലൻസിൽ വിളിക്കാരെങ്കിലും? ആടിയല്ല, വലത്തേ കൈ. അല്ല അങ്ങനെയല്ല. നമുക്ക് ഏത് നിങ്ങൾക്ക് ഇടത്തേ കൈ അല്ലേ? ചേച്ചി അടുത്ത കൈയാന്ന് പറയാം അല്ലേ? പിന്നല്ലേ മുട്ട് വളയരുതെന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈയിൻ്റെ മുട്ടിലേക്ക് പ്രഷർ പോകുമ്പോൾ നിങ്ങൾ ചേച്ചി മുന്നോട്ട് വരും. അല്ല മുന്നോട്ട് നിങ്ങളുടെ ബോഡീനെ വെയിറ്റ് വളയരുത്. ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യും. കംപ്ലീറ്റ് ബോഡി വെയിറ്റ് മുന്നോട്ട് ചേച്ചി മുന്നോട്ട് പോകും. അങ്ങനല്ല, മുന്നോട്ട് ബോഡി മുന്നോട്ട്. ഈ കൈമിലേക്ക് ഇപ്പോൾ സ്ട്രെച്ച് ചെയ്ത് ഇത് നല്ല മുട്ട് വളയുന്നത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ചെറിയ പരിപാടി നല്ലത്. ഒരാളെ നമ്മൾ കഴിഞ്ഞ് കാണിക്കണം. ശ്വാസം കൊടുക്കും.